സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ നാഷണൽ വാർത്തകളിൽ ഗോസിപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള രണ്ട് മികച്ച ഗോസിപ്പുകളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുടിൻ സംരക്ഷണം ഒരുക്കി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പുടിൻ സംരക്ഷണം ഒരുക്കി കഴിഞ്ഞാൽ മോദി പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് എന്ന് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഭാഷയിൽ ഞാൻ സംസാരിക്കും. കാരണം അതെന്താണത്, അതിലും ഭേദം ട്രംപ് ഓപ്പറേഷൻ സിന്ദൂർ നടത്താനായിട്ട് ട്രംപിന്റെ കാല് മോദി പിടിച്ചെന്ന് പറയുന്നതും ഇതും തുല്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് മോദി ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ എന്തോരം സെക്യൂരിറ്റിയും സുരക്ഷയും കൊണ്ടാണ് അദ്ദേഹം അവിടെ പറന്നിറങ്ങുന്നത്. റോ ഉണ്ട്, IB ഉണ്ട്. ഇവിടെ നിന്ന് മോദി അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവരവിടെ ഇറങ്ങി കാര്യങ്ങളെല്ലാം കൃത്യമായി ഏകോപിപ്പിച്ചു കഴിഞ്ഞ ശേഷം റോ, IB, അജിത് ഡോവലൊക്കെ ചുമ്മാ കാണാനിരിക്കുന്നതല്ല. അപ്പൊ അവരുടെയൊക്കെ കയ്യിൽ നരേന്ദ്രമോദിയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെക്യൂരിറ്റിയാണ്. അതിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറി വരുന്നത്. അത് നല്ലപോലെ ഓടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ, പക്ഷെ നമ്മളത് തൊട്ടില്ല. പിന്നെ ഇപ്പൊ വരുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ് ബംഗ്ലാദേശിന്റെ 60 കിലോമീറ്റർ ഇന്ത്യ പിടിച്ചെടുത്തു എന്ന്. ഏതോ ഒരു ചാത്ത സൈറ്റ് കൊടുത്ത ഒരു വാർത്തയാണ്. അതിപ്പോ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ അതും നമ്മൾ എടുത്തില്ല. അപ്പൊ ഞാനിത് പറയാൻ കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത് എടുക്കാത്തത്, നിങ്ങൾ അറിഞ്ഞില്ലേ ഈ സാധനം എന്ന്. ആക്ച്വലി ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധനം എടുക്കാത്തത്. കാരണം ഇവിടെ ഒരു രാജ്യത്തിലേക്ക് ഇന്ത്യ കടന്നു കയറി 60 കിലോമീറ്റർ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് യുദ്ധകുറ്റമാണ്. കാരണം അന്താരാഷ്ട്ര സമൂഹം ഇടപെടും. ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് വേറെയാണ്, പക്ഷെ ഇത് കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇന്ത്യയും ചൈനയും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം എന്നുള്ളൊരു സംഭവം വരും. പിന്നെ ഇതൊക്കെ ഒരു കോൺസ്പിറസി തിയറികളാണ്. ഇന്റർനാഷണൽ വാർത്തകളിൽ അത്തരത്തിലുള്ള ഗോസിപ്പുകൾക്ക് സ്ഥാനമില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ സുഖിപ്പിക്കാൻ എഴുതാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നാളെ കൊടുക്കാം, പാകിസ്ഥാന്റെ പകുതി ഇന്ത്യ പിടിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞ വാർത്തയാന്ന് പറഞ്ഞ് കൊടുക്കാം. അതിലൊന്നും കാര്യമല്ല. ഇനി നമുക്ക് കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള വാർത്തകളിലേക്ക് വരാം. നമ്മൾ ലോക രാജ്യങ്ങളിൽ നടക്കുന്ന കുറച്ച് സാധനങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത് തുടക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ബിചേട്ടൻ്റെ ഒരു പ്രതികരണം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ട്രംപ് ഒരു വിടുവായനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇങ്ങനെ വാ തുറന്നങ്ങ് പറഞ്ഞു. വായ്ക്കൊരു ലൈസൻസും ഇല്ല, ബെല്ലും ബ്രേക്കും ഇല്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എല്ലാവരും ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ? പാകിസ്ഥാനൊക്കെ നടത്തുന്നുണ്ട് ആണവ പരീക്ഷണം. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്, ഇനി ഞാനും നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ ഈ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ലോക രാജ്യങ്ങൾക്ക് അറിയില്ല. കാരണം പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്താനുള്ള അങ്ങനെ ഒരു അനുവാദവും ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ നടത്തുന്നത് പോലെയോ ചൈന നടത്തുന്നത് പോലെയോ, പിന്നെ ഉത്തര കൊറിയ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവന്മാര് ഹൈഡ്രജൻ ബോംബ് പോലെ പരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഉത്തര കൊറിയയിൽ ലോക രാജ്യങ്ങൾ ആരും അടുക്കുന്നില്ല. അവിടെ കള്ളും കഞ്ചാവും ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ വിറ്റാണ് ഉത്തര കൊറിയ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തര കൊറിയ അത് നടത്തുന്നുണ്ട്, റഷ്യ പിന്നെ സ്വാഭാവികമായിട്ടും നടത്തുന്നുണ്ട്. അപ്പോ പാകിസ്ഥാൻ ഇത് നടത്തുന്നു എന്ന് കേട്ടപ്പോ പല ആൾക്കാരും ഒന്ന് കിടുങ്ങിയിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ലോക രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന് പിന്നിൽ ഇന്ത്യയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാന് ഏത് അടി കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഇന്ത്യ പാഴാക്കാറില്ല. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാമത് ആരംഭിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപിടിച്ച് നമ്മുടെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഇന്ത്യയുടെ 4 ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അരുണാചലിൽ ചൈനയെ ഉറപ്പിച്ചുകൊണ്ട് ഒരെണ്ണം നടത്തിയിട്ടുണ്ട് കേട്ടോ. പ്രചണ്ഡ പ്രഹാർ എന്ന് പറഞ്ഞു ഒരു സാധനം നടത്തിയിട്ടുണ്ട്. 2003 ഭോല പ്രഹാർ നടത്തി, 2023 ഭോല പ്രഹാർ, 2024 വേറൊരു ഇത് നടത്തി. ഇപ്പോ ഇതാ പ്രചണ്ഡ പ്രഹാർ എന്ന് പറഞ്ഞ സാധനം നടത്തുകയാണ്. തീസ്ത പ്രഹാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നടന്നത്. ഇത് അരുണാചൽ പ്രദേശിലെ പർവ്വത മലനിരകളിലുണ്ടല്ലോ അത് നടത്തുന്നത്. ഈ പർവ്വതങ്ങളാണ് ഈ ചൈനയും ഇന്ത്യയും കൂടെ അടി നടക്കാനായിട്ട് വളരെ ശക്തമായിട്ട് അടി നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കുമെന്ന് കേൾക്കുന്നു. അപ്പൊ അതിനിടയിലാണ് ട്രംപ് ഈ കാര്യം പറയുന്നത്, പാകിസ്ഥാൻ ഇതാ പരീക്ഷിക്കുന്നുണ്ട് ന്യൂക്ലിയർ ബോംബ്. അപ്പൊ ലോക രാജ്യങ്ങള് മുഴുവൻ ഇത് ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികളെ ഇത് അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്, ഇറാനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്, വേറെ ഇന്ത്യയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്, ചൈനയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്, പല ആൾക്കാരെയും ഇത് അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഇത് പിടിക്കപ്പെട്ടാൽ, അതായത് ഇവന്മാർ ഇത് നടത്തുന്ന ഈ സംഭവം പിടിക്കപ്പെട്ടാൽ വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാനും. കാരണം പാകിസ്ഥാൻ പിന്നെ ഭൂപടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അറിയാം. വേറെ ഒരു രാജ്യങ്ങളും പാകിസ്ഥാനെ പരിഗണിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ അവസ്ഥ അങ്ങേറ്റം മോശമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആധുനിക GPS സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും പുതിയ ഉപഗ്രഹങ്ങളുടെയും കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഇത് പരീക്ഷിച്ചതായി കണ്ടെത്തിയാൽ സഖ്യകക്ഷിയായ അമേരിക്ക ആദ്യം നടപടിയെടുക്കും. കാരണം അമേരിക്കയ്ക്ക് നടപടിയെടുത്തേ മതിയാവും. അമേരിക്കയെ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല, ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കും. രണ്ടാമത്തെ കാര്യം, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾക്കും ഉടനടി പ്രാബല്യത്തിൽ വരുന്ന കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനായിട്ട് കഴിയും. പിന്നെ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സകല സാമ്പത്തിക സഹായം ഒരു സൈഡിൽ നിൽക്കും എന്നുള്ളതാണ്. സകല IMF അടക്കം പാകിസ്ഥാന് പിന്നെ ഒന്നും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. പാകിസ്ഥാൻ അങ്ങനെ മുച്ചൂടും മുടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു സാധനത്തിന് വേണ്ടിയാണ് ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്.
പാകിസ്ഥാനെതിരെ വലിയ വിവാദം, വലിയ പ്രതിഷേധം ഓൾറെഡി ഉടലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പിന്നാലെ വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ ബംഗ്ലാദേശ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു മാപ്പ് രൂപീകരിച്ച ഒരു വാർത്ത നമ്മൾ കേട്ടതാണല്ലോ. ആ മാപ്പ് രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോ ഈ പാകിസ്ഥാൻ ഈ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്, വെപ്പന്റെ എക്സ്പെരിമെന്റ് നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇതാ ഗ്രേറ്റർ അഫ്ഗാൻ രൂപീകരിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു മാപ്പ് രൂപീകരിച്ച് പാകിസ്ഥാന്റെ മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം പാകിസ്ഥാന്റെ പകുതിയോളം ഈ രാജ്യം ആ മാപ്പിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാകിസ്ഥാൻ ഇത് കണ്ട് ഞെട്ടി. കാരണം ഈ ബംഗ്ലാദേശിന്റെ പിറകിൽ ആരാണ്? ISA ആയിരുന്നു, പാകിസ്ഥാനായിരുന്നു ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ. ഇപ്പോഴിത് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ചിക്കൻ നെക്ക് മാത്രമേ അമാരി എടുത്തുള്ളൂ. പാകിസ്ഥാന്റെ പകുതി എടുത്ത് ഒരു മാപ്പ് രൂപീകരിച്ച് അവിടുത്തെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് നബി ഒമാരി അവിടുത്തെ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭീകരവാദികൾ, ഇനി പാകിസ്ഥാന്റെ അടുത്തൊരു ഗതി, അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ അണികൾ അവന്മാര് തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. അതിനും സർട്ടൺ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, എന്താണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം. എന്തായാലും പാകിസ്ഥാൻ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു കാഴ്ച. ഇതിനിടയിൽ ഇന്ന് രാവിലെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തൊരു വാർത്ത, പാകിസ്ഥാനിൽ വിമാനങ്ങളൊന്നും പറന്നു വരുന്നില്ല, എല്ലാം ക്യാൻസൽ ചെയ്തു. കാരണം അവിടെ വിമാനങ്ങൾക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുക, വിമാനങ്ങൾക്ക് സുരക്ഷയും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം പന്താടിയാണ് അവന്മാർ വിമാനത്തിൽ കൊണ്ടുപോകുന്നത്. ഇതിന്റെ സ്പെയർ പാർട്സ് പോലും മാറ്റുന്നില്ല. ഇത് മാറ്റണമെന്ന് 1998 മുതൽ പറയാണ്, പൈസ ഇല്ല, അത് മാറ്റണമെന്ന് പറയുന്നു. അപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ പറയുന്നത് ഈ എഞ്ചിനീയർമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ 1998-ലെയോ 94-ലെയോ ഒരു കരാറുണ്ട്, അതിന്റെ ലംഘനമാണ് നിങ്ങൾ കാണിക്കുന്നത്, മര്യാദയ്ക്ക് വിമാനം പറത്തിക്കുക. അവര് പറയുന്നു 4 ചീനി കമ്പനിയും 2 ടാർപ്പാളിനുമാണ് ഈ വിമാനം ഓടുന്നത്. ഇത് നാളെ തകർന്നു വീണാൽ ആര് ഉത്തരവാദിത്തം പറയുമെന്ന് പറഞ്ഞാൽ അവരവിടെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ഒരു കാര്യം വെച്ചു, പൈലറ്റുമാരും എഞ്ചിനീയർമാരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വിമാനങ്ങളൊന്നും പറന്നു വരുന്നില്ല. ആ ഒരു സാഹചര്യം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു രീതിയിലാണ് പാകിസ്ഥാനുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങേണ്ടത്, നമുക്ക് ഇവന്മാരുടെ ആണവ പരീക്ഷണവും അതേ തുടർന്നുള്ള ഈ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാന്റെ ഒരു വിപുലീകരണവും പിന്നെ അതിൽ ഇന്ത്യയുടെ ഒരു ടേക്കും വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കും. എന്താണ് അഭിപ്രായം? ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ വരാം. അതായത് 2 വാർത്തകൾ. ഒന്ന്, ശ്രീമാൻ നരേന്ദ്രമോദിയെ വധിക്കാൻ ഒരു ശൃംഖല വരുന്നു, പുടിൻ കാറിലിരുത്തി രക്ഷപ്പെടുത്തുന്നു, അങ്ങനെ ഒരു സംഭവം വരുന്നു. മറ്റൊന്ന്, ഇപ്പൊ പുതിയതായിട്ട് വന്ന ബംഗ്ലാദേശ് പിടിച്ചു. അത് 60 കിലോമീറ്റർ അല്ല ധനുഷ്, അത് വേറെ ചില ചാനലുകൾ 300 കിലോമീറ്റർ വരെ ആക്കിയിട്ടുണ്ട്. 300 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിന്റെ പകുതി കൂടുതലും വരും. 300 കിലോമീറ്റർ, കേരളം ഏതാണ്ട് 700 കിലോമീറ്ററേ ഉള്ളൂ, അതിന്റെ അത്രയും വരും. പിടിച്ചു എന്നുള്ളതാണ് ഇത്. അപ്പം നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഇപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വന്നതിന് ശേഷം ഈ ന്യൂസ് എന്നുള്ളതിന്റെ ആ ഒരു ഫോർമാറ്റ് മാറി കഥ എന്ന രീതിയിലേക്ക് അത് മതി. സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതായി. ന്യൂസ് റീഡിംഗ് എന്നതിന് പകരം സ്റ്റോറി ടെല്ലിംഗ് എന്ന രീതിയിലേക്ക് മാറി. പണ്ട് നമ്മൾ ഈ മംഗളത്തിലുമൊക്കെ കോട്ടയം പുഷ്പനാഥിന്റെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കുന്ന അതേ രീതിയിലുള്ള ആളുകൾ, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നൊക്കെ ഉള്ള കഥകൾ, അത്തരത്തിൽ നല്ല കഥകൾ മെനയാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഗോസിപ്പ് അടിക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് എമ്പാടുമുള്ള 10-200 രാജ്യങ്ങൾ അത് ചേർന്നിട്ടാണല്ലോ ലോകരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പം നമുക്ക് മാത്രമായിട്ടൊരു വാർത്ത ഇന്റർനാഷണലിൽ ചോർന്ന് കിട്ടില്ല, ഒരു സോഴ്സും ഇല്ല. ഇപ്പോൾ ട്രംപിന്റെ പിണിയായികൾ ഇല്ലെങ്കിൽ ട്രംപിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളെ വിളിച്ചാരും പറയാറില്ല ഇതിനൊക്കെ ഒരു രഹസ്യ വാർത്തയുണ്ടായത്. ഈ ഇന്റർനാഷണൽ വാർത്തകളുടെ സോഴ്സ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസകരമാണ്. അത് കുറഞ്ഞ പക്ഷം ചില അംഗീകൃത ഹാൻഡിലുകൾ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഇല്ലെങ്കിൽ അതൊരു അന്തർദേശീയ മാധ്യമത്തിൽ വരുമ്പോഴാണ് നമ്മൾ അത് ചർച്ചയ്ക്ക് എടുക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. നേരെ മറിച്ച് കേരളത്തിൽ ആണെന്നുണ്ടെങ്കിൽ സോഴ്സ്, ഇന്ത്യയിലെ ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് സോഴ്സ് ലഭിക്കും. ഇപ്പോൾ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു മന്ത്രി അവരുടെ അടുത്ത ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്ന, ഒരു നീക്കം നടത്താൻ പോകുമ്പോൾ ഒരു പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹം ചില മാധ്യമപ്രവർത്തകരോട് ഷെയർ ചെയ്യുമായിരിക്കാം. ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ബില്ല് ഇങ്ങനെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, പക്ഷികളെ കുറിച്ചുള്ള, വന്യജീവികളെ കുറിച്ചുള്ള ഒരു സാധനമാണ് എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് വാർത്ത ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ എന്നല്ല എല്ലാ രാജ്യത്തും എല്ലാവരും ചെയ്യുന്നത്. കേരളത്തിൽ കുറച്ചുകൂടി മുമ്പ്, ഇപ്പോഴല്ല കുറച്ച് മുൻപൊക്കെ ഈ പത്രങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ പല നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈ തിരുവനന്തപുരത്ത് ഒത്തുകൂടുന്ന ഈ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അവിടെ ഇരുന്ന് പറയും, ഈ ഭരണം താഴെ പോകും, അയാൾ ശരിയല്ല, ഞാൻ പിന്തുണ പിൻവലിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കഥകൾ അവർ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് പിരിയും. പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ ഇത് വലിയ തലക്കെട്ടായിട്ട് വരും. ഇന്ന സർക്കാരിന് ഭീഷണി,
പിന്തുണ പിൻവലിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് അങ്ങനത്തെ വ്യക്തിപരമായ സോഴ്സ്. ഒരു സൈന്യം ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യൂനസ് വിളിച്ച് പറയുമോ അതോ മോദി വിളിച്ച് പറയുമോ? ഇന്ന കുറച്ച് മാധ്യമങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ആരത് പറയണ്ട എന്ന് പറയുമോ? ഇല്ല. പകരം ഈ നാഷണൽ തലത്തിൽ തന്നെ, ഈ നാഷണൽ തലത്തിൽ നിന്നുള്ള വാർത്തകളാണല്ലോ പലപ്പോഴും നമ്മുടെ മലയാള മാധ്യമങ്ങൾ എടുക്കുന്നത്. ഞാൻ ആ വാർത്ത കണ്ടിരുന്നു. അതൊരു ഹിന്ദി ഓൺലൈൻ മാധ്യമത്തിലായിരുന്നു. അവരതിന്റെ തുടക്കത്തിൽ പറയുന്ന വരി തന്നെ, ഇതൊരു വിശ്വാസയോഗ്യമായ വാർത്തയല്ല, വിശ്വസിക്കാൻ കഴിയുന്ന വാർത്തയല്ല, സ്ഥിരീകരണവും ഇല്ല, എങ്കിലും ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ആ വാർത്ത താഴോട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, വാർത്ത എന്നത് കഥ പറച്ചിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിനകത്തുള്ള മസാലകളും മറ്റും കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റ് വാർത്ത നമുക്കൊരു സോഴ്സ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഒരു ജെന്യൂൻ കേസാണ്. നാഷണൽ വാർത്ത ഒരു സോഴ്സ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ കേസാണ്. ഒരു ഇന്റർനാഷണൽ വാർത്തയുടെ സോഴ്സ് നമുക്കായി കിട്ടില്ല. കാരണം കോടിക്കണക്കിന് രൂപ മുടക്കി ലോകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് BBC. പ്രത്യേകിച്ച് അതൊരു ഇന്ത്യ വിരുദ്ധ മാധ്യമം കൂടിയാണ്. CNN, റോയിട്ടേഴ്സ്, സ്പുട്നിക്, അങ്ങനെ പോകുന്ന ഒരു നീണ്ട തരം. അമേരിക്കയിലാണെങ്കിൽ ABC അടക്കമുള്ള, അമേരിക്കൻ ABC ആണ്, അപ്പോൾ അടക്കമുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഗ്രൂപ്പുകൾ. ഒപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനവധി PTI പോലെ, ANA പോലെയുള്ള വാർത്താ ഏജൻസികളുണ്ട്. അതുകൂടാതെ തന്നെ റിപ്പബ്ലിക്, ടൈംസ് നൗ, സി ന്യൂസ്, ആജ് തക്ക്, ഇന്ത്യ ടുഡേ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ന്യൂസ് ചാനലുണ്ട്. അവിടെയൊക്കെ നമ്മളെക്കാൾ കൂടുതൽ കഴിവും ആൾബലവും അവർക്കുണ്ട്. അതായത് ഒരു ഷിഫ്റ്റിൽ തന്നെ, റിപ്പബ്ലിക്കിന്റെ ഒരു ഷിഫ്റ്റിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിലും മിനിമം 20 to 30% ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 300ഓളം സ്റ്റാഫ് ആ സ്ഥാപനത്തിലുണ്ട്, റിപ്പോർട്ടർമാരായിട്ടും ഡെസ്കിലും അപ്പൊ തന്നെ എഡിറ്റിങ്ങിലും ഒക്കെ ആയിട്ട് അതിനകത്തിൽ ഉണ്ട്. അപ്പം 300 സ്റ്റാഫ് അവർ പൈസ കൊടുത്ത്, വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പോറ്റുന്നു. നമ്മുടെ കേരളത്തിലെ ഒരു ന്യൂസ് ചാനലിന്റെ ശരാശരി റണ്ണിങ് കോസ്റ്റ്, നല്ല അത്യാവശ്യം നല്ലൊരു ചാനൽ, പ്രമുഖ ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1,10,00,000 രൂപയായിരുന്നു മാസം. അവർ ആ 1,10,00,000 രൂപ മുടക്കുന്നത് അത്രയും ജേർണലിസ്റ്റുകളെയും മറ്റും വെച്ചുകൊണ്ട് വാർത്തകൾ കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്ന് കരുതി എല്ലാ വാർത്തയും എല്ലാ ജേർണലിസ്റ്റുകൾക്കും കിട്ടില്ല. അതാണല്ലോ ഓരോരുത്തരും എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നതും അതിനകത്ത് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നതും. പക്ഷെ ഈ വലിയ വാർത്തകൾ, ഇപ്പൊ ഇന്റർനാഷണൽ തലത്തിലൊക്കെ ഒരു രാജ്യത്തിന്റെ ഭൂമി കയ്യേറി എന്ന് പറയുന്നത് ചെറിയ വാർത്തയല്ലത്, വലിയ വാർത്തയാണ്. അതായത് വലിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർത്തയല്ല, ഓപ്പറേഷൻ സിന്ദൂർ നടന്നതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വാർത്തയാണത്. അതെ 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 അതെ. അതായത് ഒരു രാജ്യത്തിന്റെ അതിർത്തി അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ യുദ്ധമാണത്. അതിന് ഈ വാർ എന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മുടെ പറമ്പിൽ നിന്ന് അപ്പുറത്തെ വേലിയുടെ അതിര് മാന്തുന്ന പോലെ അല്ലത്. അതിര് മാന്തിയാൽ എന്ത് വിഷയം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പറമ്പ് അതിന് തൊട്ടടുത്ത വീട്ടുകാരന്റെ അതിരിലേക്ക് മാറ്റി നമ്മൾ ഒരു വേലിപ്പത്തിൽ കുഴിച്ചിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ പ്രശ്നം ഉണ്ടാക്കില്ലേ? അപ്പൊ യൂനസിന്റെ ഒരു രാജ്യം, യൂനസ് ഭരിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യ വിരുദ്ധരായ ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യം, അവിടെ ഇത്രയും കിലോമീറ്റർ ഇന്ത്യൻ സൈന്യം കയറുമ്പം അവിടുത്തെ ധാക്ക ട്രൈബ്യൂൺസിൽ നമുക്ക് ഈ വാർത്ത കാണാൻ കഴിയില്ല. ധാക്ക ട്രൈബ്യൂൺസ് ഒക്കെ എപ്പോഴും ഈ ഇന്ത്യക്കെതിരെ വാർത്ത ചെയ്യുന്ന ചാനല. പിന്നെ ഡെയിലി ലൈറ്റിൽ അത് കാണുന്നില്ല. ഇതൊക്കെയാണ് ബംഗ്ലാദേശിന്റെ പത്രങ്ങൾ. അവിടെ ഒന്നും ഇത് കാണുന്നില്ല. ഈവൻ ഡോണിൽ നമ്മൾ കാണുന്നില്ല, പാകിസ്ഥാന്റെ പത്രം ഡോൺ, അതിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞാൽ പാകിസ്ഥാനൊക്കെ ഉടനെ തന്നെ ഇന്ത്യക്കെതിരെ രംഗത്തെത്തേണ്ടാണ്. അതാ ഇന്ത്യ പിടിക്കുന്നു, ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തു, കയറുന്നു. അമേരിക്ക ഓൾറെഡി ബംഗ്ലാദേശിലുണ്ട്. അവര് വെറുതെ ഇരിക്കൂ? ചൈന വെറുതെ ഇരിക്കൂ? ഇനി ഇതിനകത്ത് മറ്റൊരു വലിയ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിന്നെ അതിർത്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമ്മൾ POK നമുക്ക് പിടിക്കാൻ അവകാശമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പാക് അധിനിവേശ കാശ്മീരാ. കാരണം നമ്മുടെ സ്ഥലമാണ്, അവര് തിരിച്ചു തരേണ്ട സ്ഥലമാണ്. പാകിസ്ഥാനെ തരുന്നില്ല എന്ന് മാത്രമല്ല, ട്രീറ്റി അനുസരിച്ച് നമുക്ക് തരേണ്ടതാണ് അവര്. അത് നമുക്ക്, പക്ഷെ നമ്മൾ അതുപോലും പിടിച്ചെടുക്കുന്നില്ല. അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് ഒരു ലീഗലി ഉള്ള ഒരു രാജ്യത്തിന്റെ സ്ഥലം കയ്യേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ, ലോജിക്കലി എന്നല്ല, ഒരു തരത്തിലും അതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഓക്കെ, ഞാൻ ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിടിക്കുമായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ഭാവിയിലേക്കുള്ള ഒരു കാര്യമാണ്. POK പോലെ നമുക്ക് ആധികാരികമായി പറയാനില്ല. കാരണം POK എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന് ശേഷം ട്രീറ്റി ഉണ്ട്, അതൊരു കരാറുണ്ട്, തരണമെന്നുള്ളത് കരാറ്. അത് കരാർ അവർ വെച്ചോണ്ടിരിക്കുന്നതല്ലേ, അതല്ലാതെ അവര് ഇത് ചെയ്യുന്നതല്ലല്ലോ. അപ്പം തരണം, അത് തന്നേ പറ്റൂ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്കത് പിടിച്ചെടുക്കുന്നതിൽ ലോജിക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ ഉള്ളത്. പിന്നെ ഇതിന് നമ്മൾ ആരും കുറ്റം പറയുന്നൊന്നുമില്ല. കാരണം ഇതൊരു പുതിയ കാലഘട്ടമാണ്, വാർത്തകളുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മൾക്ക് എല്ലാ വാർത്തയും നമുക്ക് കിട്ടാറുണ്ടോ? ഇല്ല. നമ്മൾ ഇത് കണക്കൊക്കെ തന്നെ എടുക്കും. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ
കുറച്ച് ഫാക്ട് ചെക്ക് നടത്താറുണ്ട്, ക്രോസ് ചെക്കിങ് നടത്താറുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ആളുകളോട് നമ്മളത് വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം നമ്മളൊന്നും എല്ലാം തികഞ്ഞവരോ പാണ്ഡിത്യമുള്ളവരോ ഒന്നും അല്ല. നമ്മളെക്കാളും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ നമ്മൾ വിളിച്ച് തിരക്കാറുണ്ട്. ഇപ്പൊ നാഷണൽ ലെവലിലൊക്കെ തന്നെയുള്ള ചില ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് വിളിച്ച് തിരക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. കാരണം ഈ ജേർണലിസം എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല, അത് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. കാരണം ഞാൻ ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ള ഒരു സംഭവം പിക്ചറിലില്ല, ട്രംപും ഇല്ല പിക്ചറിൽ, നരേന്ദ്രമോദിയും ഇല്ല പിക്ചറിൽ, പിക്ചറിൽ പ്രധാനമന്ത്രി എന്നുള്ള പദത്തിലേക്ക് എത്തുമെന്നുള്ളതില്ല. അപ്പം കാലം മാറിയില്ലേ, ഇന്ത്യ ഇത്തരത്തിൽ വളരുമെന്ന് അന്ന് നമ്മൾ ചിന്തിച്ചില്ല. എന്തിന് BJP ഈ തരത്തിലേക്ക് വളരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അന്ന് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്തൊന്നും BJP പറയുന്നൊന്നുമില്ല. കേരളത്തിൽ പോലും അവർക്ക് മെമ്പർമാരില്ല. ഒരു ടീച്ചറോ മറ്റോ ഉണ്ടായിരുന്നു അവർക്കൊരു മെമ്പർ. കോട്ടയം ഭാഗത്ത് എവിടെയാണെന്നാണ് എൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. ഒരു മെമ്പർ എങ്ങാണ്ടായിരുന്നു, വളരെ നാൾക്ക് ശേഷം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അവർ എത്ര പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്? 54 പഞ്ചായത്തോ 53 പഞ്ചായത്ത് കേരളത്തിൽ അവർ ഭരിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രതിപക്ഷം അവരാണ്. പണ്ടൊക്കെ ഞാൻ അതുവഴി നടന്നു പോകുമ്പോൾ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൊടിയും BJPയുടെ കൊടിയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധനുഷ് തിരുവനന്തപുരത്തുകാരനല്ലേ, കണ്ടിട്ടുണ്ടോ? ഒരേ കളറാണ് ഏകദേശം. ഞാനിത് എപ്പോഴും വിചാരിക്കും BJP എന്താ അധികാരത്തിൽ കയറിയെന്ന്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഞാനന്ന് ദൂരദർശനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരിക്കലും BJP അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കൊടിയെന്ന്. ഏതാണ്ട് സെയിം കളറും ഒക്കെയാണ്. BJPക്ക് പിന്നെ അതിനകത്തൊരു താമരയുണ്ട്, ഇവരുടെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് പത്മനാഭന്റെ ചിഹ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ വിഷയം അതല്ല, നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇതിലെ വലിയ രണ്ട് സംഭവങ്ങൾ നടന്നു. ഒന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നു. ആ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ അണുപരീക്ഷണം നടത്തി, നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കുന്നു എന്നാണ് ട്രംപ് ചോദിക്കുന്ന കാര്യം. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലത്തെ നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞു, പാകിസ്ഥാൻ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട്, അതൊരു സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആണെന്നാണ് കേൾക്കുന്നത്. ഖാജ ആസിഫിനോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ ഖാജ ആസിഫ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് എന്നോട് രഹസ്യമായിട്ട് ചോദിക്കൂ, ഞാൻ നിങ്ങളോട് രഹസ്യമായി പറയാൻ, പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും ട്രംപ് പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്ന്. അത് സത്യമാണ് എങ്കിൽ പാകിസ്ഥാൻ ഓൾറെഡി അത് ഉപരോധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങളും കൂടി അവരൊക്കെ ഉപരോധത്തിലേക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. പക്ഷെ ഇത് കണ്ടെത്തുക, പിന്നെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പ്രോസസ്സിംഗ് ആണ്, ഒരുപാട് നാൾ നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനൊരു സ്കോപ്പ് അവിടെ കാണുന്നില്ല. പിന്നെ ഒന്ന്, ഈ നവംബർ 6-ാം തീയതി തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വീണ്ടും ചർച്ച നടത്തുകയാണ് സമാധാനത്തിനെ കുറിച്ച്. അതിനിടയിലാണ് ഈ ആണവ പരീക്ഷണം നടത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മാപ്പ് പുറത്തിറക്കി. അവരുടെ മുഹമ്മദ് നബി, എന്താണ് ഫുൾ നെയിം എന്താണ്? മുഹമ്മദ് നബി ഒമാരി എന്ന് പറയുന്ന ഒരു മന്ത്രി ഒരു സ്കൂളിൽ ചെല്ലുകയും അവിടെ ഈ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു മാപ്പ് പ്രദർശിപ്പിച്ചു. ആ മാപ്പിനകത്ത് ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺ അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത് പക്തൂൺസ്ഥാൻ എന്നാണ് അഫ്ഗാനികൾ അതിനെ വിളിക്കുന്നത്, പക്തൂൺസ്ഥാൻ. അതായത് ഖൈബർ പക്തൂൺ എപ്പോഴെങ്കിലും സ്വതന്ത്രമായി കഴിഞ്ഞാൽ അതിന്റെ പേര് പക്തൂൺസ്ഥാൻ എന്നായിരിക്കും. അപ്പൊ പക്തൂൺസ്ഥാൻ അഥവാ ഖൈബർ പക്തൂൺ, ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ POK അടക്കം ഉള്ള ഒരു വലിയ മാപ്പാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയത്. ഈ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതുമയാണ്. എങ്കിൽ പോലും ഈ രാജ്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത് ഈ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും ഒക്കെ സ്വപ്നമായിട്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സ്വപ്നം അഖണ്ഡ ഭാരതമാണ്. ബംഗ്ലാദേശിന്റെ ഒരു സ്വപ്നമാണ്. കഴിഞ്ഞ ദിവസം അവന്മാര് ഒരു മാപ്പ് പുറത്തിറക്കിയിരുന്നു. അവരുടെ മിർസ എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി പാകിസ്ഥാന്റേത് വന്നപ്പോൾ അദ്ദേഹത്തിന് യൂനസ് തന്നെ ഈ നമ്മുടെ വെസ്റ്റ് ബംഗാളിനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇതാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ്. ഇസ്രയേലിന് ഒരു സ്വപ്നമുണ്ട്, ഗ്രേറ്റർ ഇസ്രായേൽ. അതില് ഈ പലസ്തീനും പിന്നെ നമ്മുടെ ലെബനനും ഒക്കെ അടങ്ങുന്ന അവരുടെ ഒരു വലിയ രാജ്യം, അതാണ് ഈജിപ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഗ്രേറ്റർ ഇത്. അമേരിക്കയ്ക്കുമുണ്ട് ആ താല്പര്യം. അത് ഈ കാനഡയും മറ്റുമൊക്കെ ചേർന്ന് കൊണ്ട് ഒരു വലിയ രാജ്യം അവർക്കുമുണ്ട്. റഷ്യക്കുമുണ്ട് ആ സ്വപ്നം. പണ്ട് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ അലാസ്ക ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു വലിയ രീതിയിൽ ഉക്രൈനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോളണ്ടിനെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ ഒരു പഴയ USSRന്റെ പ്രതാപത്തിലേക്ക് വരണം എന്നുള്ള അവർക്കും ആഗ്രഹമുണ്ട്. ചൈനയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ തങ്ങളുടേതാക്കിക്കൊണ്ട്, കാരണം പക്ഷെ ചൈനയുടെ ഒരു ഗ്രേറ്റർ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗോളിയൻ വംശം, മംഗോളിയൻസ്, അതായത് ഈ പറയുന്ന പിന്നെ ചൈന, മ്യാൻമാർ, ഒപ്പം തന്നെ തായ്ലാന്റ്, സിംഗപ്പൂർ, അങ്ങനെ ഉള്ള മംഗോളിയൻസ് ഉണ്ടല്ലോ,
ബുദ്ധിസ്റ്റ് രാഷ്ട്രങ്ങളും മംഗോളിയൻ സംസ്കാരത്തിൽ വരുന്ന രാജ്യങ്ങൾ, തായ്ലൻഡ്, കംബോഡിയ, അങ്ങനെ പോകുന്നു. അപ്പൊ മംഗോളിയൻസിനെ എല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു കൺട്രി അവർ സ്വപ്നം കാണുന്നുണ്ട്. ഇതിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേറ്റർ സ്വപ്നം കാണാത്ത നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്. ഉള്ള ഭൂമി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പൊ അവർ ജീവിക്കുന്നത്. പിന്നെ അവർക്ക് ഇതിനകത്തൊന്നും വെട്ടിപ്പിടിക്കാനുള്ള സമയമില്ല, ഉള്ളത് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യക്ക് ഇപ്പോഴങ്ങനെ ഒരു അഖണ്ഡ ഭാരതത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ. കാരണം നമുക്കിനി അഖണ്ഡ ഭാരതം കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അഖണ്ഡ ഭാരതം കിട്ടണമെങ്കിൽ നമ്മുടെ ഒപ്പം ബംഗ്ലാദേശും മ്യാൻമാറും ഒക്കെ വേണം. അത് വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് ഗുണമില്ല, ദോഷമേ ഉള്ളൂ. കാരണം ആ രാജ്യങ്ങളിലൊന്നും നമുക്ക് ഖനനം ചെയ്യാനൊന്നുമില്ല, ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഒന്നുമില്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല. ആകെ ഉള്ളത് കുറെ ജനസംഖ്യ കൂടും, അവരെ കൂടെ നമ്മൾ തീറ്റിപ്പോറ്റണം എന്നത് കവിഞ്ഞൊന്നുമില്ല. പിന്നുള്ളത് മ്യാൻമാർ, ഭൂട്ടാന്റെ കുറെ ഭാഗം, നേപ്പാളിന്റെ കുറച്ച് ഭാഗം, അഫ്ഗാനിസ്ഥാന്റെ ഒരു വലിയ ഭാഗം, പാകിസ്ഥാൻ, ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് നമുക്ക് കുറെ ആളെ കൂട്ടാം എന്നല്ലാതെ ഗുണമില്ല. അവിടെ നിന്നൊന്നും നമുക്ക് ഇൻകം ഇല്ല. കാരണം നമ്മളിപ്പോ ഒരു സ്ഥലം നമ്മളിലേക്ക് കൂടിച്ചേരുമ്പോൾ എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈന്റെ ഈ ഡൊണാൾഡ്സ്കോ മാത്രം പിടിക്കാനായിട്ട് ഇത്ര വെമ്പലുള്ളെന്ന്? അതാണ് അവരുടെ ഖനി, അതാണ് അവരുടെ ഇൻകം ഉള്ള സ്ഥലം. അതുകൊണ്ടാണ് അവരെ പിടിക്കുന്നത്. നമ്മൾ ഈ ബംഗ്ലാദേശ് പിടിച്ചെടുത്തുകൊണ്ട് നമുക്ക് എന്താ ഗുണമൊന്നുമില്ല. അതായത് നമ്മുടെ അഖണ്ഡ ഭാരതം എന്നുള്ള ആ ഒരു സ്വപ്നം. പക്ഷെ POK വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പിന്നെ ഈ നമ്മുടെ ഇപ്പൊ POK വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് സ്വപ്നങ്ങൾ അവിടെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തലയുടെ മുഴുവൻ തലപ്പാവിന്റെ ബാക്കി ഭാഗം കിട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അക്സച്ചിൻ കൂടെ വരും. അപ്പം ഇതെല്ലാം കൂടെ വന്നാൽ നമുക്ക് പൂർണ്ണമായും നമുക്ക് പറയാം. അല്ലാതെ അഖണ്ഡ ഭാരതത്തിന് നമുക്ക് ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമുക്ക് നഷ്ടമാണ്. പണ്ട് നമ്മൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, നമ്മൾ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നപ്പോൾ ഇത് അങ്ങനൊന്നും ആയിരുന്നില്ല. കാലം മാറിയപ്പം ഇപ്പൊ നമ്മളെല്ലാം കണക്ക് വെച്ചാണ് നോക്കുന്നത്. ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ കൂടെ ആ സ്ഥലവും കിട്ടും. ആ സ്ഥലം കൊണ്ട് എന്ത് പറയാനോ ഒന്നുമില്ല. പിന്നെ ഇവനെ തീറ്റിപ്പോരേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന്. അതിന് ഭേദം അവൻ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ ഇപ്പൊ ഈ ബിസിനസ് പരമായിട്ടാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് കൂടെ പ്രസ്തുതപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം ഏതായാലും ഉറപ്പായി. ഈ 6-ാം തീയതി ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്ന സമാധാന ചർച്ച ഇപ്പൊ എന്ത് പരുവത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ഇതിനകത്ത് ഗ്രേറ്റർ മാപ്പ് പുറത്തിറക്കുന്നതല്ല ധനുഷ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. അതിനകത്ത് അവർ അടിക്കടി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഡ്യൂറൻ ലൈൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. 1800-കളിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഈ ഡ്യൂറൻ ലൈനെ ചൊല്ലിയാണ് ഈ ചർച്ചകൾ മുമ്പോട്ട് പോകുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഡ്യൂറൻ ലൈൻ അന്താരാഷ്ട്ര അതിർത്തിയെ അംഗീകരിക്കണമെന്ന്. അത് അംഗീകരിക്കാതെ എങ്ങനെയാണ് ഈ പ്രശ്നം തീരുന്നത്? ഇപ്പോഴും ആ മാപ്പ് പുറത്തിറക്കുമ്പോൾ എന്താ കാണുന്നതിൽ? ഡ്യൂറൻ ലൈൻ ഇല്ല. അപ്പോഴും അവർ പറയുന്നത് ഡ്യൂറൻ ലൈൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇല്ല, അതില്ലാതെ എന്ത് ചർച്ചയാണ്? അപ്പൊ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, പാകിസ്ഥാന് അടി കിട്ടും. അത് ഇന്ത്യയുടെ കയ്യിൽ നിന്നാണോ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്നാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതിനിടയിൽ ഇപ്പോൾ അവിടുത്തെ മസൂദ് അസറിനെതിരെയായിട്ടും ഹാഫിസ് സയ്യിദിനെതിരെയൊക്കെ അവരുടെയൊക്കെ അണികള് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരിപ്പോ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നേതാക്കന്മാരെല്ലാം പട്ടാളത്തിന്റെയൊക്കെ പ്രൊട്ടക്ഷനിൽ ഒളിവിൽ സുഖജീവിതം നയിക്കുന്നു, ഞങ്ങൾ പുറത്തു നിൽക്കുന്നു, ഞങ്ങൾ മാത്രമാണോ ജിഹാദ് നടത്താനും മരിക്കാനും വിധിക്കപ്പെട്ടവർ, അത് അനുവദിക്കാൻ കഴിയില്ല. അതുപോലെ തെഹരിക്ക താലിബാനെയൊക്കെ പാക് ഭരണകൂടം കൊല്ലുന്നതും ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം നമ്മുടെ സ്വപ്നങ്ങളാണ് ഇത് തകർത്തെറിയുന്നത്. കാരണം ഈ ഭീകരവാദികൾക്കൊരു സ്വപ്നമുണ്ടല്ലോ, അതായത് അവരുടെ ആ ഒരു മതപരമായിട്ടൊക്കെ ഉള്ള അവർ തിരിയുന്നത്. മുമ്പ് നമ്മൾ സ്ഥിരം ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അവർ തിരിയുന്നത്. ഇപ്പോൾ അങ്ങനെ അവർ തിരിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ജനം പറയുന്നത് ഈ പട്ടിണി കിടക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ പരീക്ഷണം കൂടെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ബാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുമ്പോട്ടെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും നവംബർ 6-ന് നമുക്ക് ഇതിന്റെ ഒരു ഫോളോ അപ്പ് ചർച്ച ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.